Good morning. Good Hello. morning. Good morning, ma'am. Good morning. Yes. തുടങ്ങാട്ടോ ഇപ്പൊ ഇതൊന്ന് ശരിയാക്കട്ടെ. ഇതൊക്കെ മാറിക്കിടക്കാണ്. അയ്യോ, എന്താ പ്രസന്റേഷൻ ഓണാണോ? ഓക്കെ, റെഡിയായോ എല്ലാവരും? Good morning, ma'am. ഗുഡ് മോർണിംഗ്. കാണാൻ പറ്റുന്നുണ്ടോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? പ്രസന്റ് ചെയ്തത് കാണാനുണ്ടോ? ഓക്കെ അല്ലേ? ആ, ഓക്കെ ഓക്കെ. യെസ്, അപ്പൊ നമ്മൾ എവിടെ വരെ എടുത്തു കഴിഞ്ഞ ദിവസം? Third party administrators. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സില് അത് നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് തേർഡ് പാർട്ടി എന്താ പറയാ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തേർഡ് പാർട്ടി DPAയുടെ കുറച്ച് പേരുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയത്. അവസാനിപ്പിച്ചത് അവിടെയാണ്, നിർത്തിയത് അവിടെയാണ്. അന്നേരം നമ്മൾ പറഞ്ഞ കുറച്ച് ഭാഗം കൂടി നമുക്ക് എടുക്കാനുണ്ട്. പ്രോസസിങ് ഓഫ് ക്ലെയിംസ്, എങ്ങനെയാണ് നമ്മളുടെ ഈ ക്ലെയിം പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, when an accident or any type of hospitalization occur, how the insured makes their claim and how the company claim. അതായത് ക്ലെയിം എങ്ങനെയാണ് നടത്തുന്നത്, ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷനോ ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ആ ക്ലെയിം എങ്ങനെ നടത്തുന്നു. അതായത് ഇൻഷുർഡ് ആണല്ലോ. നമ്മളിപ്പോ എനിക്ക് എന്തെങ്കിലും വയ്യായിക്കൊന്നും, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, പിന്നെ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഏതെങ്കിലും ഉള്ള ആളാണെങ്കിൽ ഞാൻ അതെന്ത് ചെയ്യണം, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. ഞാനല്ലെങ്കിലും എന്റെ ബൈസ്റ്റാൻഡേഴ്സ്, അതിന്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ഇത് അറിയിക്കണം അല്ലെ, ഇന്ന കാര്യം ഉണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് എന്താ പറയാ, ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാൻ പറ്റുള്ളൂ ഇന്ന അവരുടെ ക്ലയന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ കസ്റ്റമർ ഇയാള് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അപ്പൊ അവർക്ക് വേണ്ട ക്ലെയിം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അവർ അങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താലാണ് ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നും അത് എന്നിട്ട് പിന്നീട് അത് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആയിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ ആ ഒരു പേയ്മെന്റുകൾ ഹോസ്പിറ്റൽസിലേക്ക് എത്തുന്നത്, അതുവരെയുള്ള സ്റ്റേജസ് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോസസിങ് എ ക്ലെയിം എങ്ങനെയാണ്, ഇത് കൺസിസ്റ്റ് ഓഫ് സം സ്റ്റേജസ്, ഒറ്റയടിക്കല്ല പല പല സ്റ്റേജുകളായിട്ടാണ് ഈ ഒരു പ്രോസസിങ് നടക്കുക. നമ്മളിങ്ങനെ വേഗം വിളിച്ചു കഴിയുമ്പോൾ തന്നെ അപ്പൊ തന്നെ കാശ് കൊണ്ടൊന്നും വരില്ല. ഓക്കെ, അപ്പൊ അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ഓരോന്ന്. നോക്കാം. Yes. Or see, if any unfortunate incident occurs or some accidents occurs, നമ്മൾ എന്താ പറയാ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് ഉണ്ടായി, should be informed to your insurance provider. നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ്, ആരുടെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് ആ ഇൻഷുറൻസ് പ്രൊവൈഡറെ നമ്മൾ ഈ കാര്യം അറിയിക്കണം.
That അറിയിക്കൽ is known as claim. നമ്മൾ അങ്ങനെ അറിയിക്കുമല്ലോ, I am hospitalized in this hospital. ഈ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റഡ് ആണ്, എനിക്ക് ഇന്നൊരു കാര്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് എടുത്തേക്കണം, ആ ഇൻഷുറൻസ് പ്രൊവൈഡർ നമ്മൾ അറിയിക്കുന്നു. ആ അറിയിക്കല്, ആ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ക്ലെയിം. എന്തിനാ നമ്മൾ അറിയിക്കുന്നത്? ഓറഞ്ച് ബാങ്കിലൊക്കെ ആയിട്ട് നമ്മൾ കാണാൻ വരാനാണോ? അല്ല, അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ അറിയിക്കുന്നത്. അവര് നമ്മൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എന്താ പറയാ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ട്രീറ്റ്മെന്റിന്റെ ചെലവുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് തരാം. അത് അക്കോർഡിംഗ് ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ വ്യവസ്ഥകൾ പ്രകാരം എന്തൊക്കെയാണ് നമുക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്, ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഇതിൽ അറിഞ്ഞാലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അറിയിക്കുന്നത്. അതിനെയാണ് നമ്മൾ റേസിംഗ് എ ക്ലെയിം എന്ന് വിളിക്കുക. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റേസിംഗ് എ ക്ലെയിം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇന്ന കാര്യം, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന അസുഖമായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അപ്പൊ അറിയിക്കുന്നു. അതിന് നമ്മൾ ക്ലെയിം എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ? യെസ്. സെക്കൻഡ് പോയിന്റ് എന്താന്ന് നോക്കിയേ, ഫയലിംഗ് എ ക്ലെയിം. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ ക്ലെയിം ഫയൽ ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷുററിന്റെ എന്താ പറയാ, നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഏതാണോ, ചിലപ്പോ ഇപ്പത്തെ ഓൺലൈൻ സർവീസ് ആണല്ലോ, എല്ലാവരും ഓൺലൈനായിട്ട് പല കാര്യവും ചെയ്ത് അവിടെ പോയിട്ട്, ഇപ്പൊ നമുക്ക് അടുത്തൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസിന്റെ ബ്രാഞ്ചുകളുണ്ടെങ്കിൽ വി കൻ ഗോ, അല്ലെ? നമുക്ക് അവിടെ പോവുക, അവിടുത്തെ ഫോം വാങ്ങിച്ചിട്ട് അത് ഫിൽ ചെയ്ത് കൊടുക്കാം. അതർവൈസ് അല്ല ദൂരെയൊക്കെയാണ് എങ്കിൽ അതിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിന്റെ ഫോം ഉണ്ടായിരിക്കും. വി ക്യാൻ ഫിൽ ദാറ്റ് ഫോം. നമുക്ക് ആ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അപ്പോഴും അത് ഏത് രീതിയിലാണെങ്കിലും അതിന് ക്ലെയിം തന്നെയാണ് പറയുക. നമ്മൾ ആ ഇൻഷുററിന്റെ വെബ്സൈറ്റിൽ കയറുന്നു, ആ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ബ്രാഞ്ചസ് നമ്മുടെ നിയർ ബൈ പ്ലേസസിലുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ദർ ആൻഡ് ഫിൽ ദ ഫോം. ഫോം ഫിൽ ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്യുന്നു. ബോത്ത് ഏത് രീതിയാണെങ്കിലും ബോത്ത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് റേസിംഗ് എ ക്ലെയിം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് റേസിംഗ് എ ക്ലെയിം എന്നാണ്. മനസ്സിലായ? രണ്ടാമത്തെ പോയിന്റ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ സ്റ്റേജസ് നമ്മളുടെ ക്ലെയിം ആ ഒരു പാർട്ടിക്ക്, അതായത് ആരാണോ വയ്യാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്നത് അവരുടെ ആ ഒരു ക്ലെയിം മുഴുവൻ കിട്ടുന്നത് വരെയുള്ള ഓരോ സ്റ്റെപ്സ് ആണ് ഈ പറയുന്നത്. 1-2 പോയിന്റ് മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ക്ലെയിം? ഓക്കെ. ഈ ക്ലെയിം നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിലോ പോയിട്ട് നമുക്ക് ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. 2 പോയിന്റ് കിട്ടിയോ? വേറെ പറഞ്ഞേ കിട്ടാ? നമുക്കിപ്പോ അറിയില്ലാത്ത കാര്യമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ നമ്മളുടെ അടുത്ത് വരുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നടക്കുന്നത്, നമ്മൾ ആദ്യം തന്നെ ഇതിൽ ക്ലെയിം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് തന്നെ ആവശ്യം വരും. പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ കാലത്തൊക്കെ പെട്ടെന്നാണ് അസുഖങ്ങളൊക്കെ പോലെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകും. ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും ടെൻഷനാണ്, ഹൗ ക്യാൻ വി പേ ദ ബിൽ, അല്ലെ? ഹോസ്പിറ്റലിലെ ബില്ല് അങ്ങനെ കൊടുക്കുന്ന ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇൻഷുറൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നടപടികൾ എടുക്കണം. ഓക്കെ. അടുത്തത് ഡോക്യുമെന്റ്സ്. ഇനി നമ്മളിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ കയറി ഇൻഷുററിനോട് ഇങ്ങനെ കാര്യമൊക്കെ പറയുന്നുണ്ട്, ക്ലെയിം റേസ് ചെയ്യുന്നു. പക്ഷേ ക്ലെയിം റേസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു സപ്പോർട്ട് ദ ഡോക്യുമെന്റ്സ് which authenticate. അതായത് നമ്മൾ ഈ ഫോം ഫിൽ ചെയ്തിടുമ്പോ ആ ഫോമിനകത്ത് നമ്മൾ ഇന്ന കാര്യമാണ്, ഇന്ന രീതിയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഇന്ന സുഖമായിട്ട് അല്ലെങ്കിൽ ഇന്ന ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആ ഫോമിൽ ഫിൽ ചെയ്ത് കൊടുക്കും. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അത് എത്രത്തോളം അത് ജെന്യുവിൻ ആണ് എന്നത് കാണിക്കുന്ന ചില ഡോക്യുമെന്റ്സും ഹാവ് ടു ബി സബ്മിറ്റഡ്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ നമ്മൾ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ടാണെങ്കിൽ അതിന്റെ ഒപ്പം ഇപ്പൊ ചിലപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി, അപ്പൊ ആക്സിഡന്റിൽ നമുക്ക് എന്തൊക്കെയാ പറ്റിയത്, അപ്പൊ അത് ചിലപ്പോൾ ഫോട്ടോസ് ആയിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് വണ്ടി മറിഞ്ഞു വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്സിഡന്റിന്റേതായ സീനുകൾ പകർത്തിരിക്കുന്ന എന്തെങ്കിലും ഫോട്ടോസ് ആയിരിക്കാം, അല്ലെങ്കിൽ വീഡിയോസ് ആയിരിക്കാം, whatever it may be. അപ്പൊ അത് നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, അതിന്റെ ഡോക്യുമെന്റ്സ് അടക്കം. മനസ്സിലായോ? അപ്പൊ അതുകൂടി ഈ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ ക്ലെയിമിന് എത്രത്തോളം അവർ ജെന്യുവൻ ആയിട്ടുള്ള ക്ലെയിം ആണ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനാണ് ഡോക്യുമെന്റ്സ് അതിന്റെ കൂടെ ഫിക്സ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? then the insurance provider have to review the claim. ഈ ക്ലെയിം ഒക്കെ നോക്കും, അവിടെ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റുകളോ എന്താണോ അവിടെ അവര് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കണം അത് നോക്കും. ആൻഡ് ഇതിന്റെ വാലിഡിറ്റി, ഈ പറഞ്ഞ കാലാവധിക്കുള്ളിൽ സംഭവിച്ചതാണോ കാലാവധി കഴിഞ്ഞിട്ടാണോ സംഭവിക്കുന്നതെന്നും പറയാൻ പറ്റില്ലല്ലോ. സിമിക്ക നമ്മളുടെ ഇൻഷുറൻസ് പദ്ധതികളൊക്കെ 1 ഇയറിലേക്കാണ്. ആ ഒരു ഇയറിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ ഹോസ്പിറ്റൽ പേയ്മെന്റ് മറ്റുമൊക്കെ
ഇൻഷുറൻസ് കമ്പനി തരാം. അപ്പൊ അതിന്റെ ഒരു വാലിഡിറ്റി ഉണ്ട്, ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ. അപ്പൊ അവർ ബിറ്റ്വീനിലാണോ? അല്ല, ഇതിന്റെ കാലാവധി കഴിഞ്ഞു കിടക്കാണ്, നമ്മളത് റിന്യൂ ചെയ്തിട്ടില്ല, ഇൻഷുറൻസ് പുതുക്കിയിട്ടില്ല എങ്കില് അപ്പൊ വരുമ്പോ ചിലപ്പോൾ കിട്ടൂല. അപ്പൊ ഇൻഷുറൻസ് കമ്പനി എന്തെങ്കിലും ഉണ്ടായാലും എപ്പോ ഉണ്ടായാലും കൊടുക്കാവുന്നതല്ല, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കും, ഈ വാലിഡിറ്റി നോക്കും, എവറിത്തിങ് ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ക്ലെയിം ചെയ്യുന്നു. ഈ ക്ലെയിം ഇൻഷുറൻസിന്റെ ബ്രാഞ്ചിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ടോ നമുക്ക് ഫില്ല് ചെയ്യാം. ഈ ക്ലെയിം ഫയൽ ചെയ്യുന്ന സമയത്ത് അതിനൊപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതും അറ്റാച്ച് ചെയ്യണം. Then the insurance company will review our claims and also its authenticity and also assess അതിന്റെ വാലിഡിറ്റി അസസ് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും അവര് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇത്രയും പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ? ആരും ഉണ്ടല്ലോ ഈ ഇവിടെ ഇരിക്കുന്ന ഇപ്പുറത്തുള്ളവര് ഉണ്ടോ? കയ്യിലുണ്ട്. പ്രീത, സുമ, നിസ്സി. ഓക്കെ, ഒന്ന് എന്തെങ്കിലും ഒന്ന് തമ്മിടുന്നത് നിങ്ങൾ തമ്മിട്ട് അല്ലെങ്കിൽ കാണാൻ പറ്റുള്ളൂ. കുറച്ചധികം പേര് തമ്മിടുണ്ട്, 10 പോയി. പക്ഷെ അത് ഇനി എന്താ ചെയ്യേണ്ടത്? ആൻഡ് ഈ എന്താ പറയാ, ഇഫ് ദ എവറിഥിങ് വിച്ച് ഈസ് മെൻഷൻഡ് ഇൻ ദ പോളിസി സാറ്റിസ്ഫൈഡ്, ഈ പോളിസിയിൽ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, കുറെ അതൊക്കെ ഉറപ്പുവരുത്തുന്നു. അത് ശരിയാണ്, കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം അപ്രൂവ് ചെയ്തു. ഓക്കെ, ഇത് അപ്രൂവ്ഡ് ആണ്, ഇവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അവരുടെ വാലിഡിറ്റി ഒക്കെ കറക്റ്റ് ആണ്, കാലാവധി ഒന്നും തീർന്നിട്ടില്ല, വാലിഡിറ്റി തീർന്നു പോയേക്കണ പോളിസി അല്ല, പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്തു, ഓക്കെ എല്ലാം കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഈ ക്ലെയിം എന്ത് ചെയ്യുന്നു? അപ്രൂവ് ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അപ്രൂവ്ഡ് എന്നുള്ള ഒരു മെസ്സേജ് ആർക്കാണോ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അവർക്കത് പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ക്ലെയിമിന് അപ്രൂവൽ കൊടുക്കുന്നത് ഇൻഷുറൻസ് കമ്പനി പോളിസിയുടെ മറ്റു കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസും എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അപ്രൂവൽ കൊടുക്കുക. Then after approving, ഇനി അപ്രൂവൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ the insurance company have to pay the compensation which is stated in the documents. നമ്മളുടെ ഇൻഷുറൻസിന്റെ ബോണ്ടിൽ ഒരു പറഞ്ഞിട്ടുണ്ടാവും എമൗണ്ട്, ആ എമൗണ്ടോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ അല്ലെങ്കിൽ കൂടുതലോ, അത് നമ്മളുടെ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ കൂടി നോക്കിയിരിക്കും. 1 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു, 2-3 മാസം നമ്മൾ പോളിസി പ്രീമിയം ഒക്കെ അടയ്ക്കുന്നു, ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഒരു 3-5 മാസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു അപകടം വന്നു, 2 ദിവസമൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഈ 1 ലക്ഷം മുഴുവനൊന്നും ആൾക്ക് കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ എന്തോ പേയ്മെന്റ് വേണ്ടി വരുന്നത്, അതിനൊരു ഈക്വലന്റ് ആയിട്ടുള്ള അവിടെ വന്നിരിക്കുന്ന ചെലവുകൾക്ക് അല്ലെ, അല്ലാണ്ട് മുഴുവനൊന്നും കൊടുക്കില്ല. ആ മുഴുവനും കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇയറിലുള്ള ഇൻഷുറൻസിന്റെ എമൗണ്ട് മുഴുവൻ തീർന്നു. ഇനി നമുക്ക് ഇടയ്ക്ക് വയ്യായി വരില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഇത് ചെയ്യുക. അപ്പൊ അതൊക്കെ ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് അവർക്ക് കിട്ടാൻ ബാധ്യസ്ഥരായിട്ടുള്ള എമൗണ്ട് അവർക്ക് പേ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പിന്നീട് കമ്പനി ചെയ്യാം. ഓക്കെ, ആൻഡ് ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരാള് പെട്ടെന്ന് മരണപ്പെട്ടാണെങ്കിൽ അതിന്റെ ബെനഫിഷ്യറി ആരാണ് എന്ന് വെച്ചാൽ ലീഗൽ ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ്, ആളുകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആൾക്കാർ, നോമിനീസ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആ എമൗണ്ട് എത്രയാണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവർക്കാണ് പേ ഓഫ് ചെയ്യാം. മനസ്സിലായോ? ലൈഫ് ഇൻഷുറൻസിലാണ് അങ്ങനെ. മെഡിക്ലെയിം ഇൻഷുറൻസിനകത്ത് നമുക്കറിയാലോ അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് ഒരുപാട് രീതികളൊക്കെ നമ്മൾ പറഞ്ഞു, എങ്ങനെയുള്ള ചെലവുകളൊക്കെയാണ് മീറ്റ് ചെയ്യുന്നതെന്ന്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻഷുറൻസ്, ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പേയ്മെന്റുകൾ, ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? പേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അടച്ചു തീർക്കുക, കൊടുക്കുക, ആ പേയ്മെന്റ് അങ്ങോട്ട് കൊടുക്കുക. ലൈഫ് ഇൻഷുറൻസിലാണെങ്കിൽ ക്യാഷ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കും. ക്യാഷ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ഒന്നുകിൽ മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ മരണം ഏതാണോ വരുന്നത്, ആദ്യം വരുന്നത് കൊണ്ടാകുന്ന ഏതാണോ ആ സമയത്ത് ആ പേയ്മെന്റ് ഫുൾ ആയിട്ട് അങ്ങോട്ട് എമൗണ്ട് ആയിട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇനി അതിനുശേഷം എന്താ പറയാ, ഇൻഷുറർ they have to be ready to pay the lump sum amount. അതായത് ഇപ്പോ വീഴ്ചയൊന്നും വരുത്താതെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന പോളിസി ഹോൾഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അവിടെ ലാഗ് വരാൻ പാടില്ല, ഡിലേ വരാൻ പാടില്ല. ആസ് സൂൺ ആസ് പോസിബിൾ ആ ഒരു എമൗണ്ട് അവർക്ക് പേ ചെയ്യാനുള്ള നടപടികളാണ് ഇൻഷുറൻസ് കമ്പനി സ്വീകരിക്കുക. എന്ന് വെച്ചാൽ പിന്നെ അവിടെ സ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ എഴുതി വലിയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് ആ ടേംസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് അവർക്ക് കൊടുക്കും.
കിട്ടുന്നതായിരിക്കും. മനസ്സിലായോ? പക്ഷെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ക്ലെയിം ചെയ്യണം എന്നുള്ളതും ആ ക്ലെയിമിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത ഡോക്യുമെന്റ്സ് ഫിക്സ് ചെയ്യണമെന്നുള്ളതും അതൊക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം അതിന്റെ വാലിഡിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ ഇൻഷുറൻസ് കമ്പനി തരും. പിന്നെ അവിടെ വേറെ മാറ്റങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതനുസരിച്ച് അവർ ചെയ്യുന്നതായിരിക്കും. ഇനി എന്താ പറയാ ഇൻഷുറേഴ്സ് എന്താ പറയാ നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സം അഷ്വേർഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇത്ര എമൗണ്ട് ആണ് അത് ആ ക്ലെയിം സെറ്റിൽമെന്റിന് ഇറ്റ് വിൽ ടേക്ക് ഓൾ എ ഫ്യൂ ഡേയ്സ്. അപ്പൊ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ എല്ലാം കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഒരാള് മരിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതിന്റെ അവിടുത്തെ എവിഡൻസ് അതാണ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് കൃത്യസമയത്ത് തന്നെ എല്ലാം ഓർഡറിലാക്കി നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ there will be no delay of പേയ്മെന്റിൽ യാതൊരു ഡിലേ ഒന്നും വരുന്നില്ല. കൃത്യമായിട്ട് നമുക്ക് ആ എമൗണ്ട് ക്ലെയിമിന്റെ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഇൻഷുറൻസിന്റെ ഒരു ട്രസ്റ്റ് വർത്തിനെസ് അതല്ലേ വിശ്വാസ്യത കസ്റ്റമേഴ്സിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വൈകുമ്പോൾ നമ്മൾ അറിയില്ലേ ഇത് പിന്നെ ഇൻഷുറൻസുകാരെ കാണുമ്പോൾ നമ്മൾ പതുപതിയെ നടക്കും. കാരണം എന്താ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഏതെങ്കിലും ഇൻഷുറൻസ് എടുപ്പിക്കും. എന്നാ ഒരു പ്രാവശ്യം നമുക്ക് അനുഭവം ഉണ്ട്, എത്ര നാള് പിന്നാലെ നടന്നിട്ടാ ആ ഒരു ക്ലെയിം ഒന്നും നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടിയേ അല്ലെ. അതുകൊണ്ടാണ് അങ്ങനെ മാറി നടക്കുന്നത്. അതേസമയം എല്ലാം എവറിത്തിങ് അപ്ഡേറ്റഡ് ആണ്. മാത്രമല്ല പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാൻ പറ്റിയെങ്കിൽ പിന്നെ നമ്മൾ ഓക്കെ അവര് പെർഫെക്റ്റ് ആണ്, ആ കമ്പനിക്കാര് പെർഫെക്റ്റ് ആണ്, അവരവരുടെ കാര്യങ്ങളൊക്കെ അത് ഏത് സ്ഥാപനമായിട്ട് അങ്ങനെ തന്നെയാണ് അല്ലെ. നമുക്ക് ആ ഒരു ഇമേജ് അവർ എന്താ പറയാ ഓർഗനൈസേഷനോടുള്ള ഒരു ഇമേജ് എത്ര കമ്പനികളോടുള്ള ഇമേജ് നമ്മൾ കസ്റ്റമേഴ്സ് ആണ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് വർത്തിനെസ് ആ വിശ്വാസ്യത പിടിച്ചു പറ്റാനും അതുപോലെ തന്നെ വീണ്ടും ആളുകൾ ഇഷ്ടംപോലെ ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് ആ എമൗണ്ടുകളൊക്കെ അവർക്ക് ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അവിടെ they will not make any delay. അവിടെ ഡിലേ വരാത്തത് അതുകൊണ്ടാണ്. ഇനി പക്ഷെ വേറൊരു കാര്യം കൂടി ഓർക്കണം, ഇൻഷുറൻസ് കമ്പനി when they are selling any insurance to any customers, അതായത് ആർക്കെങ്കിലുമൊക്കെ ഈ ഇൻഷുറൻസ് കൊടുക്കുമ്പോഴേക്കും വെച്ചാൽ ഇൻഷുറൻസ് ആണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ they have to pinpoint every details. തീർച്ചയായിട്ടും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഒന്നും പൊളിച്ചും പത്തൊക്കെ വെച്ചിട്ട് അതിന്റെ പോസിറ്റീവ്സ് മാത്രം അഡ്വാൻറ്റേജസ് മാത്രം എന്താ പറയാ നമ്മളുടെ ഇന്ന ഇൻഷുറൻസിന് ഇന്ന നേട്ടം ഉണ്ട് അതുകൊണ്ട് ഇന്നതാണ് അത് എന്താണെന്നൊക്കെ ആ നേട്ടങ്ങൾ മാത്രം പറഞ്ഞിട്ട് അതിൻ്റെതായ ചില ഡ്രോബാക്ക് ഇന്ന അസുഖത്തിന് കിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒളിച്ചൊക്കെ വെച്ചിട്ട് പിന്നീട് അവർക്ക് എന്തെങ്കിലും വന്നിട്ട് അതിന് ക്ലെയിം ചെയ്യുമ്പോഴല്ല അതിന് മറുപടി പറയണ്ടേ അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇൻഷുറൻസ് അവര് പർച്ചേസ് ചെയ്യുന്ന ഇൻഷുറൻസിനോട് തീർച്ചയായിട്ടും they have to inform such every details. അതായത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. മാത്രമല്ല അവരുടെ ഹെൽത്തിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് എടുത്ത് പറഞ്ഞിരിക്കണം. അവരുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റുകൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മളാണെങ്കിലും അങ്ങോട്ടും തിരിച്ചങ്ങോട്ടും പറയുന്നത്. ഇപ്പൊ ഇൻഷുറർ കാര്യങ്ങളൊക്കെ വ്യക്തമായി തരുന്നു. അപ്പൊ ഇൻഷുറൻസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എനിക്ക് ഇന്ന സുഖം ഉണ്ട് കേട്ടോ അത് ഡിസ്ക്ലോസ് ചെയ്യാം. ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഈ എന്തെങ്കിലും ഇത് എന്താ പറയാ ഇൻഷുറൻസ് എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രോഗത്തിന്റെ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ നമ്മൾ 2 ദിവസമായിട്ടുള്ള ഇൻഷുറൻസ് എടുത്തത്. അപ്പൊ നോക്കുമ്പോ എന്താണ് ഇതൊരു നേരത്തെ ഉണ്ടായിരുന്ന രോഗം അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. ഡോക്ടേഴ്സ് വെരിഫൈ ചെയ്യുമ്പോൾ ഇത് ആൾക്ക് ഇന്ന രോഗം ഉണ്ട് എന്നുള്ളത് 2 ദിവസം കൊണ്ട് വന്നതല്ല. മനസ്സിലായി? ചില രോഗങ്ങൾ അങ്ങനെയാണ്, കുറച്ചധികം സമയം എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് അറിയുള്ളൂ ഇന്ന രോഗമാണെന്ന്. അപ്പൊ അതിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇൻഷുററും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നും കൺസീൽ ചെയ്യാതെ ഒന്നും ഒളിച്ചു വെക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ വാസ്തവങ്ങളൊക്കെ പറയാണ്ട് തെറ്റായ രീതിയിലൊക്കെ കാര്യങ്ങൾ ഇൻഫോം ചെയ്തിട്ടൊക്കെ അല്ല പർച്ചേസ് ചെയ്യിപ്പിക്കേണ്ടത് ഇൻഷുറൻസ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇൻഷുററും ഓർക്കണം ഇൻഷുർഡും ഓർക്കണം. മനസ്സിലായോ? സോ ദീസ് ആർ ദ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ്. ഒരു നമ്മുടെ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾ ക്ലെയിം ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ക്ലെയിം ചെയ്യുന്നതും ഇൻഷുറൻസ് കമ്പനി അതിന്റെ പേയ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റേജസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, ഇനി ഞാൻ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്ന പറഞ്ഞതൊന്ന് ചെയ്യാം കേട്ടോ. അതിൽ ഒന്നാമത്തെ സെന്റൻസ് ഫസ്റ്റ് പോയിന്റില് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന്
ആറാമത്തെ പോയിന്റ് once approved the insurance company will pay the benefits stated in your policy document. പോളിസി ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന പേയ്മെന്റ് തരാൻ ഇൻഷുറൻസ് കമ്പനി അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ ബാധ്യസ്ഥരാണ്. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അതിൽ തന്നെ a payout means the sum of money given to a policy holder when a claim is accepted. ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് പോളിസി ഹോൾഡർക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന പേയ്മെന്റ് കൊടുക്കുക. അതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്ന് വിളിക്കുക. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അടുത്തത് if it is necessary, last point ആണ് ട്ടോ. If it is necessary, then you must reveal all details about your health and lifestyle habits to your insurer when you buy insurance. ഇൻഷുറൻസ് വാങ്ങിക്കുന്ന സമയത്ത്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇൻഷുററിനോട് കൃത്യമായിട്ട് നമ്മുടെ ഹെൽത്തും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇൻഷുറർ ക്യാൻ റിജക്ട് ക്ലെയിംസ് ഓൺ യുവർ പോളിസി ഇഫ് യു കൺസീൽ എനി മിസ്റ്റേക്ക് ഓർ ഫാക്ട്. അതിപ്പോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒളിച്ചൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും പോളിസി ഒക്കെ എടുത്തിരിക്കുന്നെങ്കിൽ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് ഒരു പോളിസി എടുത്തു, ഒരു 2-3 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും പറയാണ്ട് ഒളിച്ചൊക്കെ വെച്ചുകൊണ്ട് ഞാനൊരു പോളിസി എടുക്കുകയാണ്. അവർ ചോദിച്ചപ്പോ അതിന് കൃത്യമായ മറുപടി ഒന്നും കൊടുക്കാണ്ട് പോളിസി എടുക്കും. 5 ദിവസം കഴിഞ്ഞ് എനിക്ക് ഉണ്ടായിരുന്ന ഒരു നേരത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രോഗത്തെ ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, 5-6 ദിവസമൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി, കുറെ ചെക്കപ്പും കുറെ കാശൊക്കെ വേണമെന്ന് പറയുന്നു. അപ്പൊ നമ്മളെ ഇൻഷുറൻസ് കമ്പനി അറിയിക്കുന്നു. അപ്പൊ അവര് നോക്കല്ല, അവര് കൺസൾട്ട് ചെയ്യും. നമുക്ക് അതിനെ കുറിച്ചൊരു പ്രൊസീജിയർ ഇവിടെ പറയാൻ പോകുന്നുണ്ട് ആ ഒരു ചാർട്ടില്, ഫ്ലോ ചാർട്ടില്. അപ്പൊ ഡോക്ടേഴ്സുമായിട്ട് ഇതിന് കണക്ട് ചെയ്യും. കാരണം ഏത് ഹോസ്പിറ്റൽസിലാണോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, ഹോസ്പിറ്റൽസിൽ ഒരു നമ്മുടെ ഇൻഷുറൻസിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ആളുടെ രോഗം എന്താണ്, പെട്ടെന്ന് വന്ന രോഗമാണോ, അപ്പൊ ഇത് നേരത്തെ ഉള്ളതാണോ, അതൊക്കെ അവർ കൺഫേം ചെയ്യും. ആ കൺഫേം ചെയ്തു ഇത് നേരത്തെ ഉണ്ടായിരുന്ന രോഗമാണ്, പക്ഷെ ഇവർ നമ്മളിത് പോളിസി എടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോളിസി ഹോൾഡർക്ക് അറ്റ് എനി ടൈം they can cancel the insurance. ആ ഇൻഷുറൻസിന്റെ ആ ഒരു സാധനം, ആ അഗ്രിമെന്റ് എപ്പോ വേണമെങ്കിലും ഇൻഷുറൻസ്കാരന് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് അത് എന്താ പറയാ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. മനസ്സിലായോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ 2 സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഒളിച്ചു വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും എന്താ പറയാ തെറ്റിദ്ധരിപ്പിച്ചൊക്കെ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ബുദ്ധിമുട്ടാകും. ഓക്കെ, അപ്പോ ഒരു 4-5 സെന്റൻസ് അല്ലേ നമ്മൾ അണ്ടർലൈൻ ചെയ്തേ? 4-5 4 മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു ക്ലെയിമിംഗ് പ്രോസസ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കുറച്ച് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒരെണ്ണമാണ് നമ്മുടെ ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ്. ഈ ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസുകാര് ആ ഒരു ഇൻഷുറൻസ് കമ്പനി ഹൗ ദേ മേക്ക് ദർ ക്ലെയിമിംഗ് പ്രോസസ്, അവരുടെ ക്ലെയിമിംഗ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്യാൻ യു സീ? കാണാൻ പറ്റുന്നുണ്ടോ? വ്യക്തമാണോ? ടെക്സ്റ്റിനകത്ത് അത് ചിലപ്പോ കുഞ്ഞായി കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റൂല. ഞാനിവിടെ ഇതിനെ ബോൾഡ് ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി കാണാൻ പറ്റില്ല അല്ലെങ്കിൽ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അവരുടെ ക്ലെയിമിംഗ് പ്രോസസ് നടത്തുന്നത്. ആദ്യം തന്നെ കസ്റ്റമർ ആണ് കേട്ടോ. കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. നമുക്ക് ഇപ്പൊ ഈ ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന പോളിസി ഹോൾഡർ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ആക്സിഡന്റോ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി ആളാണ് കസ്റ്റമർ. നമ്മുടെ മഞ്ഞ് ഉൾപ്പെട്ട ആള് കണ്ടല്ലോ. നമ്മൾ കസ്റ്റമർ, നമ്മൾ ഓരോരുത്തരും വിചാരിക്കാം നമ്മളാണ് എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിൻ നമ്മൾക്ക് എന്തെങ്കിലും അസുഖമൊന്നും നമ്മളൊരു ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും വയ്യായ്ക്ക് വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. കാശ് കൊടുക്കാണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ബിക്കോസ് വി ഹാവ് എ പോളിസി ഓഫ് ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു പോളിസി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കാശൊന്നും കെട്ടിപ്പുറകെ പോകണ്ട, കാരണം നമുക്ക് അത് കിട്ടും എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടി കസ്റ്റമർ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അപ്പൊ ഹോസ്പിറ്റലിന്റെ പണം കാണിച്ചാൽ വേണ്ടോ? ഇത് കുറച്ചുകൂടി നമുക്ക് നേരത്തെ പറഞ്ഞ ആ പോയിന്റ് ആയിട്ട് പറഞ്ഞില്ലേ, അതൊന്നുകൂടി കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ ഫ്ലോ ചാർട്ട്സ്, ടേബിൾസ്, അതുപോലെ ഗ്രാഫ് ഒക്കെ നമ്മുടെ
മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും കൂടുതൽ ഇങ്ങനെ എഴുതി വെച്ചെങ്ങനെയൊക്കെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ പടം കാണിക്കാനുണ്ടോ? എന്താണ്? ഹോസ്പിറ്റൽസ് വെരിഫൈസ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് പ്രീ ഓതന്റിക്കേഷൻ ബൈ ഫാക്സ്. എന്ത് ചെയ്യും പറയാമോ? ഈ നമ്മുടെ ഹോസ്പിറ്റൽസ് ഈ പറഞ്ഞ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിക്കും. ഹോസ്പിറ്റലിന്റെ പറയുന്ന എന്താ പറയാ രോഗിയുടെ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷം അത് ഫാക്സ് വഴിയായിട്ട് ആരെ അറിയിക്കും? നമ്മുടെ ബജാജ് അലയൻസിലേക്ക്. കാരണം ആരോ മാർക്ക് പോയിരുന്നത് എങ്ങോട്ടാ നോക്കിയാൽ നിങ്ങള്? ഹോസ്പിറ്റലിൽ നിന്ന് ആരോ മാർക്ക് എങ്ങോട്ടാ പോയിരിക്കുന്നത്? ബജാജ് അലയൻസിലേക്കാണ്. കാരണം ഇവിടെ ഹോസ്പിറ്റൽസിൽ ഇന്ന് പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിലും ഒക്കെ മിക്കവാറും ഇൻഷുറൻസിന്റെ ഒരു ഡെസ്ക് ഉണ്ട്. കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏതെങ്കിലും ഭാഗത്തായിട്ട് ഇൻഷുറൻസ് ഡെസ്ക്, ഹെൽപ്പിന് വേണ്ടിയിട്ട് അവിടെ ഇൻഷുറൻസ് ഡെസ്കുകാരുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ എന്താ? അവിടെയാണ് നമ്മൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാനുള്ളതും അറിയിക്കാനുള്ളതും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വി ക്യാൻ ക്ലിയർ ഇറ്റ്, അവിടെ ചെന്ന് ക്ലിയർ ചെയ്യാം. പക്ഷെ ഹോസ്പിറ്റൽസിലേക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കസ്റ്റമേഴ്സ് എത്തുകയാണെങ്കിൽ ഹോസ്പിറ്റൽസുകാർ തന്നെ അവരുടെ വൈസ് സ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇൻഷുറൻസ് ഉള്ള ആളാണ്. അപ്പൊ അവര് തന്നെ നേരിട്ട് ബജാജ് അലയൻസിലേക്ക് ഇൻഫോം ചെയ്തിരിക്കുന്നതാണ് ആരോ മാർക്കിൽ കൂടി പോയത്. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഇതിനകത്ത് വല്ല കുഴപ്പമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റൽസുകാർ അതിന്റെ ഡീറ്റെയിൽസ്, ഡോക്യുമെന്റ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് അടക്കം ബജാജ് അലയൻസിലേക്ക് കൊടുക്കുന്നു. കാരണം ഇവര് പറയുമല്ലോ ഞങ്ങൾ കാശൊന്നും ഇല്ലാന്ന് പറഞ്ഞേക്കണേ. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മള് എന്തെങ്കിലും തീരെ വയ്യാണ്ട് നമ്മളെ ആംബുലൻസിലൊക്കെ കൊണ്ട് അവിടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നേക്കാണ്, കാഷ്വാലിറ്റിയുടെ മുമ്പിൽ വന്നേക്കാണ് നമ്മള്. അപ്പൊ നമ്മള് സ്ട്രെച്ചറിലോ ആംബുലൻസിലൊക്കെ ഇനി കൊണ്ടുവന്നിട്ട് സ്ട്രെച്ചറിൽ കയറ്റിട്ട് അതുകൊണ്ട് കയറ്റി കൊണ്ടുപോകണം. നമുക്ക് എന്താണോ നമുക്ക് തരേണ്ട ട്രീറ്റ്മെന്റ് എന്താണോ അതിന് വേണ്ടി കൊണ്ടുപോകണം. ചിലപ്പോൾ വലിയ ഓപ്പറേഷൻസ് ആയിരിക്കാം. ഈ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഒരു തല കുലുക്കുകയോ അതിനൊരു എന്താ പറയാ ഒരു ഇത് കൊടുക്കണമല്ലോ, അനുമതി കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവര് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്ക് ഇത് എന്ന സാധനം വലിയൊരു ഓപ്പറേഷൻ ഉണ്ട്, ഇത്രയും കാശ് അവിടെ കെട്ടിവെക്കണം ഓപ്പറേഷന് എന്ന് നമ്മളോട് പറയും. അപ്പൊ നമ്മൾ പറയും അറിയിക്കും ഇത് ഇൻഷുറൻസ് ഉള്ള ആളാണ്. അപ്പൊ ഏത് തന്നെയാണെങ്കിലും ഈ ഇൻഷുറൻസ് ഉള്ള ആൾ തന്നെയാണോ എന്നുകൂടി അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നത്? എത്രയും പെട്ടെന്നത് ആ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്നു. അപ്പൊ ഇവിടെ ഹോസ്പിറ്റല് അത് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ വേണ്ടി ഫാക്സ് വഴി ആരെ അറിയിച്ചു? ബജാജ് അലയൻസിലേക്ക് അറിയിക്കുകയാണ് കേട്ടോ. അതാണ് ഫ്ലോ ചാർട്ട് അങ്ങനെ പോയിരിക്കുന്നത്. ആരോമാർക്ക് പോയിരിക്കുന്നുണ്ടല്ലോ. ഇനി ബജാജ് അലയൻസ് ഈ ഒരു ഫാക്സ് കിട്ടുമ്പോൾ they pre-authenticate details with the policy benefits and send response to the hospital. അപ്പൊ അവിടെ നോക്കും, ഈ ഒരു കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ ആണോ, ബജാജ് അലയൻസിന്റെ പോളിസി ഇയാൾ എടുത്തിരിക്കുന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് നോക്കുന്നു. ആ പോളിസിയുടെ ബെനിഫിറ്റുകൾ നോക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു റെസ്പോൺസ്, അത് അവരുടേതായ ഒരു പ്രതികരണം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചയക്കുന്നു. മനസ്സിലായോ? ഹോസ്പിറ്റലിലേക്ക് റീസെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു എന്താ പറയാ റെസ്പോൺസ് ഹോസ്പിറ്റൽസിലേക്ക് നമ്മുടെ ബജാജ് അലയൻസ് കൊടുക്കുന്ന റെസ്പോൺസ് മേ ബി ഓഫ് 3 types. 3 രീതിയിലാകാം ഈ ഒരു റെസ്പോൺസ്. എന്തൊക്കെയാണ് ആ രീതി? ഒന്ന് അപ്രൂവൽ എന്ന് പറയുന്ന രീതി, ഒന്ന് ഡിനയൽ എന്ന് പറയുന്ന രീതി, മറ്റൊന്ന് ക്വറി എന്ന് പറയുന്ന രീതി. എന്താണത്? അതായത് ഇതിലെ ഏതെങ്കിലും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കില്ല, ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും ഹോസ്പിറ്റലിലേക്ക് ബജാജ് അലയൻസുകാർ കൊടുക്കുക. എന്താണത്? ഒന്ന് അപ്രൂവ്ഡ്. അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ. ഓക്കെ, എവറിത്തിങ് ഓക്കെ, ഈ പറഞ്ഞ ഡോക്യുമെന്റ് കാര്യങ്ങൾ ഇന്നാള് ഈ പോളിസി എടുത്തിരിക്കുന്ന ആളാണ്, വാലിഡിറ്റി ഒന്നും തീർന്നിട്ടില്ല, ഇയാള് ഈ പറയുന്ന ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് ആള് എന്താ പറയാ ആൾക്ക് റൈറ്റ് അവകാശമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അപ്രൂവൽ. പച്ചക്കൊടി കണ്ടോ, പച്ചയാണ് കാണിച്ചിരിക്കുന്നത്. ആൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക. ബിക്കോസ് ഈ ഒരാള് നമ്മുടെ കസ്റ്റമർ ആണ്, ആളുടെ പോളിസി വാലിഡ് ആണ്, എവറിത്തിങ് ഡീറ്റെയിൽസും അതുപോലെ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ അപ്രൂവൽ കൊടുക്കും. എന്നാൽ ചില പോളിസി ഹോൾഡേഴ്സ് ചിലപ്പോൾ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻസിലോ ഡോക്യുമെന്റ്സിലോ ഒക്കെ ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാകാം. ചിലപ്പോൾ തെറ്റായ രീതിയിൽ നമ്മളോട് ക്ലെയിം ചോദിക്കുന്നതായിരിക്കാം, വാലിഡിറ്റി ഒക്കെ തീർന്നു പോയതായിരിക്കാം, എന്നാലും ക്ലെയിം ചോദിക്കും. അങ്ങനെ വരുമ്പോൾ കൊടുക്കുന്ന ഒരു എന്താ പറയാ റെസ്പോൺസ് എന്ന് പറയുന്നത് ഡിനയൽ. കൊടുക്കാൻ പാടില്ല. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഞങ്ങളുടെ പേരിൽ കൊടുക്കുന്ന കാര്യമില്ല, കാരണം ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്കാർ ഈ പൈസ തരില്ല. ബിക്കോസ് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട്. എന്താ മനസ്സിലായോ? കാര്യം മനസ്സിലായോ? നമ്മൾ ആ ഫ്ലോ ചാർട്ട് പഠിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ് പോയി. ക്ലിയർ ആയാ? ഒന്നിനും അപ്രൂവലും ഡിനയലും മനസ്സിലായോ? ആൻഡ് നെക്സ്റ്റ് വൺ, മൂന്നാമതൊരെണ്ണം മഞ്ഞ, ചുവപ്പയിലേക്ക് ഡാർക്ക് ആയിട്ടില്ല, യെല്ലോ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ക്വറിയാണ്. ക്വറി എന്താ? അതായത് പോളിസി ഫണ്ടറാണ്, പക്ഷെ വി ഹാവ് ടു വെരിഫൈ സംതിങ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില രോഗങ്ങൾക്ക് ചിലപ്പോ
വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. അപ്പൊ ഈ വെയിറ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ആയോ അറിയാനുണ്ടാകും. ചിലപ്പോൾ ഡോക്ടേഴ്സിനോട് ചോദിക്കാനുണ്ടാവും, എന്ത് ഇയാൾക്ക് ഈ രോഗം നേരത്തെ ഉള്ളതാണോ, നമ്മൾ ശരിയായ ഇൻഫർമേഷൻ കൊടുക്കാണ്ട് നമ്മൾ പോയിട്ട് പോളിസി എടുത്തു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യായികയായി, എന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി നമ്മളോട് ക്ലെയിം ചോദിക്കുന്നു. അപ്പൊ ചോദിക്കും, ഹോസ്പിറ്റൽസിൽ ഇൻഫോം ചെയ്യും, ഇയാൾക്ക് ഇന്ന രോഗമായിട്ട് നേരത്തെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടോ, ആൾക്ക് ഇന്ന രോഗം ഇപ്പൊ വന്നത് പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ വന്നതാണോ, നേരത്തെ ഉള്ളതാണോ, കണ്ടോ? അങ്ങനെ ചില അന്വേഷണങ്ങൾ വേണ്ടി വരും. അന്വേഷണങ്ങൾ, അതാണ് അക്യൂറിൽ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോ ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും ബജാജ് അലയൻസുകാര് ഹോസ്പിറ്റലിലേക്ക് റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് അപ്രൂവ്ഡ് ആണ്, അപ്രൂവൽ, ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു, ഈ പറഞ്ഞ ആൾക്ക് ഇതിന് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളോ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അതേസമയം സെക്കൻഡ് വൺ ഡിനയൽ ആണ്, പാടില്ല, നമ്മളുടെ കെയർ ഓഫില് ഈ ഒരു ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യണമെങ്കിൽ ചെയ്തോ, ഓക്കെ. മൂന്നാമത്തേത് ക്വറി ആണ്, ഞങ്ങൾക്ക് കുറച്ച് അന്വേഷിക്കാനുണ്ട്. അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലുമായിട്ട് നമുക്ക് ഒന്നുകൂടി ബന്ധപ്പെടാനുണ്ട്. ഈ പറയുന്ന 3 രീതിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ബജാജ് അലയൻസ് എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ റെസ്പോണ്ടിങ് രീതി ഏതൊക്കെയാ? അപ്രൂവ്ഡ്, ഡിനയൽ ആൻഡ് ക്വറി. ക്ലിയർ ആയോ? അത്ര മനസ്സിലായോ? പറയൂ. യെസ്. ഇനി അപ്രൂവലിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചു വരാം. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ബജാജ് അലയൻസിൽ നിന്ന് അപ്രൂവൽ കിട്ടി ഹോസ്പിറ്റൽസിന്, അപ്പൊ എന്ത് ചെയ്യും? അപ്രൂവൽ കിട്ടുന്നത് വെറുതെ വാക്കുകൊണ്ട് പറയുകയല്ല, അപ്രൂവൽ ലെറ്റർ തന്നെയാണ് ബജാജ് അലയൻസ് ഹോസ്പിറ്റലിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്രൂവൽ ലെറ്റർ ഫാക്സ് ആയിട്ടോ ഇമെയിൽ ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് അത് അവിടേക്ക് കൊടുക്കുന്നു. അപ്പൊ ബജാജ് അലയൻസുകാര് അപ്രൂവൽ ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ് അതാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും അപ്രൂവൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോയി അപ്രൂവൽ ലെറ്റർ എവിടേക്ക് കൊണ്ടേ? ഹോസ്പിറ്റലിലേക്കാണ്, വേറെ എവിടേക്കല്ല. ഹോസ്പിറ്റലിൽ എത്തുന്നു, ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ്. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? വേഗം തന്നെ അപ്രൂവൽ കിട്ടിയല്ലോ, അപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങാം, ഓപ്പറേഷനോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അഡ്മിറ്റ് ചെയ്യുന്നു പേഷ്യന്റിനെ വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ്. അതല്ലെങ്കിൽ അവരെ കയ്യാൻ വെക്കണമെങ്കിൽ, തലയാട്ടണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊണ്ടായി ഡെപ്പോസിറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ആളുടെ ഇൻഷുറൻസിന്റെ അപ്രൂവൽ വന്നതുകൊണ്ട് ഒരു പൈസ പോലും ഡെപ്പോസിറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ചോദിക്കാതെ ഹോസ്പിറ്റലിലെ പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു? അഡ്മിറ്റ് ചെയ്യുന്നു. ക്യാഷ്ലെസ് ആയിരുന്നു, ഒരു പൈസ പോലും വാങ്ങിക്കാനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തോളാനായിട്ട് ബജാജ് അലയൻസിന്റെ പച്ചക്കൊടി കിട്ടിയതുകൊണ്ട് ആ ട്രീറ്റ്മെന്റ് ആരംഭിക്കും. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള പേയ്മെന്റുകളൊക്കെ കിട്ടുമെന്നാണ് അടുത്ത് പറഞ്ഞേക്കുന്നത്. മെഡിക്കൽ, നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസസ്, മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസ്, പിന്നെ ഡിസ്ചാർജിന് മുമ്പ് വരുന്ന എല്ലാ ചെലവുകളും ഒക്കെ ആ ഹോസ്പിറ്റൽസ് വഹിക്കുന്നു. അതാണ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം. അല്ല, കുഴപ്പമില്ല, ഒരു അഡ്വാൻറ്റേജ്. മനസ്സിലായി? അപ്രൂവൽ ആണെങ്കിൽ നമുക്ക് അത്രയും അഡ്വാൻറ്റേജസ് ആണ്. അപ്പൊ ഒരു പൈസ പോലും ചെലവാക്കാണ്ട് നമുക്ക് വരാം. അത് അക്കോർഡിംഗ് ടു ഡിപ്പെൻസ് അപ്പോൺ ദ എമൗണ്ട്. സം അഷ്യൂർഡിന്റെ ഇതനുസരിച്ചിട്ടാണ് എത്ര രൂപയുടെ പോളിസിയാണ് എടുത്തിരിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് പോളിസി, അതൊക്കെ ഉണ്ട് അതിന്. അപ്പൊ അതനുസരിച്ച് അപ്പൊ ബജാജ് അലയൻസ് പച്ചക്കൊടി കാണിച്ചാലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ക്ലിയർ ആയോ? അടുത്ത നമുക്ക് വരാം ഡിനയൽ. എന്ത് ചെയ്യുന്നു? എന്താ പറയാ, ഇവര് അംഗീകരിക്കുന്നില്ല, ഈ പറയുന്ന ക്ലെയിം അംഗീകരിക്കുന്നില്ല. അതാണ് ഡിനയൽ എന്ന് പറയുന്നത്. അന്നേരം നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് വീണ്ടും ലെറ്റർ തന്നെയായിരിക്കും, ഡിനയൽ ലെറ്റർ ആണ് ബജാജ് അലയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഡിനയൽ, ഇല്ല ഞങ്ങൾ കൊടുക്കില്ല, ഈ ഒരു ട്രീറ്റ്മെന്റിന് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ ഇതിന് എന്താ പറയാ ഇനീഷ്യേഷൻ എടുക്കുന്നില്ല. ബിക്കോസ് അതിന് കാരണങ്ങളുണ്ടാകാം, കാരണങ്ങൾ അവർ വ്യക്തമാക്കിക്കോളും. അപ്പൊ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റൽസ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണമല്ലോ. കാരണം എന്താ വെച്ചാൽ രോഗിയല്ലേ, തീരെ വയ്യാണ്ട് വന്നേക്കുന്നതാണ്, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. പക്ഷേ അന്നേരം പേഷ്യന്റ് ക്യാഷ് പേഷ്യന്റ് എന്ന പേരിലാണ് അറിയപ്പെടുക. മറ്റേതാ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന പേരിലാണ് പേഷ്യന്റ് അറിയപ്പെടുന്നത്. ഇവിടെ ക്യാഷ് പേഷ്യന്റ്, കാശ് എന്താ കൊടുക്കണം, കാശ് അവിടെ പേഷ്യന്റ് തന്നെ കൊടുക്കണം. പേഷ്യന്റിന് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല, കൂടെ വന്നിരിക്കുന്ന ആരാണോ അവര് എന്തായാലും ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ മറ്റു എമൗണ്ടുകൾ പേ ചെയ്യാനുള്ളതോ എല്ലാം അവർ തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. ക്യാഷ് പേഷ്യന്റ് എന്ന പേരിലായിരിക്കും അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്, ക്യാഷ്ലെസ് പേഷ്യന്റ് അല്ല. ഇനി അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്നു, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. പിന്നീട് അപ്പൊ എന്തുകൊണ്ട് ഡിനൈ ചെയ്തു, എന്തുകൊണ്ടാണ്? ഇനി വേണമെങ്കിൽ നമുക്ക് അന്നേരം അവര് ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള കാശ് തന്നില്ല, അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ് ഒന്നും ഇൻഷുറൻസുകാർ കൊടുത്തില്ല എങ്കിൽ പിന്നീട് ചിലപ്പോൾ ഇതൊക്കെ കറങ്ങി തിരിഞ്ഞേ വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, ചിലപ്പോൾ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ക്ലിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും പിന്നീട് ഇപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്തായാലും കാശ് കൊടുക്കണം. അഡ്മിറ്റ് ചെയ്യുന്നു, പേഷ്യന്റിന് ക്യാഷ് പേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. രോഗമൊക്കെ മാറി കഴിഞ്ഞിട്ട് they can claim for reimbursement. പിന്നീട് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലെയിം റീഇംബേഴ്സ്മെന്റിന് ആ ചെലവായ തുകയ്ക്ക് നമുക്ക് വേണം എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു ക്ലെയിം വെക്കേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായോ? ഡിനയൽ
ക്ലിയർ ആയോ? ഡിനയൽ എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ആയോ? ഓക്കെ. ആൻഡ് ഇനി മൂന്നാമത്തെ റെസ്പോണ്ടിങ് രീതി ഏതാണ്? നമ്മളുടെ ഏതാ കൂടി പറയണ്ടേ? ഡിനയലോ? ഡിനയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മളുടെ ബജാജ് അലയൻസുകാര് അവർക്ക് വന്നിരിക്കുന്ന ക്ലെയിമിനെ നോക്കുമ്പോ, പരിശോധിച്ച് നോക്കുമ്പോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ, അതായത് നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് ചില രോഗങ്ങളോ ചില കാര്യങ്ങളുണ്ട്, അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് അപ്പുറമാണ്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഇതിനകത്ത് വരാത്ത രീതിയിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ ബജാജ് അലയൻസ് കൊടുക്കുന്ന ഒരു റെസ്പോണ്ടിങ് രീതിയാണ് ഡിനയൽ. വികസിക്കുന്നു, ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ബജാജ് അലയൻസിന്റെ കെയർ ഓഫിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. അതാണ് ഡിനയൽ. റെഡ് ആണ് കൊടുത്തിരിക്കുന്നത്, റെഡ് ഡിനയൽ. മനസ്സിലായത്? റിജക്ട്, ഈ പറയുന്ന ക്ലെയിം അവർ റിജക്ട് ചെയ്യുന്നു, നിരസിക്കുന്നു. മനസ്സിലായോ? ആ നിരസിച്ചു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്നേക്കാണല്ലോ, ഇവിടെ നിങ്ങൾക്ക് ഇൻഷുറൻസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അവരെ ഇതിലൊക്കെ കണ്ടുപിടാൻ പറ്റുമോ? പറ്റൂല. എന്തായാലും സീരിയസ് ആയിട്ട് വന്നിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. പക്ഷെ ട്രീറ്റ്മെന്റ് വിൽ ബി ഗിവൺ ആസ് ക്യാഷ് പേഷ്യന്റ്. അവർ എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുക, കിട്ടുക. അഡ്മിറ്റഡ് ആണെങ്കിൽ അഡ്മിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എല്ലാത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള കാശൊക്കെ ചെലവാക്കി സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ കൊടുത്ത് ചെലവാക്കി തിരിച്ചു പോകുക. പക്ഷെ ആഫ്റ്റർ ദാറ്റ്, ഇനി തിരിച്ചു പോകുന്ന ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് അവർക്ക് റീഇംബേഴ്സ്മെന്റിന് വേണ്ടി ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ട് വീണ്ടും അവർ ചോദിക്കുമല്ലോ, എന്താണ് അത് ഡിലേ ചെയ്തത്, അതിന്റെ കാരണങ്ങളൊക്കെ പേഷ്യൻസിന് വേണ്ടി തിരക്കി അവർക്ക് വീണ്ടും റീഇംബേഴ്സ്മെന്റിന് വേണ്ടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അതാണ് ഡിനയൽ. അപ്പൊ അവര് റിജക്ട് ചെയ്തിരിക്കുകയാണ്, പിന്നീട് റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യാം. യെസ്. അടുത്തത് ക്വറി ആണ്. ഇനി ബജാജ് അലയൻസിന്റെ ഈ പറയുന്ന എന്താ പറയാ ഹോസ്പിറ്റൽസിൽ നിന്ന് ബജാജ് അലയൻസിന് എന്താണ് ഈ പറയുന്ന പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്ലെയിമിന് വേണ്ടി വന്നിരിക്കുമ്പോൾ ബജാജ് അലയൻസ് കൊടുക്കുന്ന മൂന്നാമത്തെ റെസ്പോൺസ് ആണ് ക്വറി. അന്വേഷിക്കാറുണ്ട് ചില കാര്യങ്ങൾ. അതായത് മൊത്തത്തിൽ ഡിനൈ ചെയ്യുന്നില്ല. അവിടെ ഡിനൈ ചെയ്യാത്തതിന് വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം, അതിന് ജെന്യൂൻ ആയിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടായിരിക്കും. ഒട്ടും തന്നെ കാര്യങ്ങൾ അർത്ഥത്തില്ലാത്തത് പോലെ തോന്നുന്നത് കൊണ്ടായിരിക്കും ഡിനൈ ചെയ്തത്. മനസ്സിലായോ? പക്ഷെ ഇവിടെ അങ്ങനെ ഡിനൈ ചെയ്യുന്നില്ല, കാരണം ഇൻഷുറൻസ് ഹോൾഡർ ആണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മറ്റേതെങ്കിലും ചില കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ വിശദീകരണങ്ങൾ ഇവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ പെട്ടെന്ന് പേയ്മെന്റ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് തരാമെന്ന് സമ്മതിക്കാൻ നമ്മുടെ ബജാജ് അലയൻസിന് പറ്റില്ല. അങ്ങനെ അവര് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്, റെസ്പോൺസ് ആണ് ക്വറി. അന്വേഷിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ക്വറി ലെറ്റർ വിൽ ബി സെൻഡ് ബൈ ബജാജ് അലയൻസ്. അപ്പൊ ഇവര് അന്വേഷിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ എന്നുള്ള ഒരു കത്താണ് ബജാജ് അലയൻസ് എവിടേക്ക് കൊടുക്കുന്നത്? ഹോസ്പിറ്റൽസിലേക്ക്. അപ്പൊ ഹോസ്പിറ്റൽസ് അവര് ഈ ഇൻഷുറൻസ് കമ്പനിക്കാര് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ, അവിടെ കുറെ ചോദ്യമൊക്കെ ചോദിക്കും ഡോക്ടേഴ്സിനോട്. കാരണം എന്താ, ഡോക്ടേഴ്സ് ഇയാളുടെ രോഗത്തിനെ കുറിച്ചിട്ടോ അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിക്കാരോ കൊണ്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വ്യക്തത വരുത്തും. ഒരു എന്താ പറയാ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അവര് കളക്ട് ചെയ്യും ഹോസ്പിറ്റൽസ്. അതിനുശേഷം അതിന്റെ മറുപടിയൊക്കെ വെച്ചുകൊണ്ട് വീണ്ടും എന്താ പറയാ ബജാജ് അലയൻസിലേക്ക് കത്ത് അയക്കുന്നു. ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ മറുപടിയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു ഫാക്സ് എങ്ങോട്ട്? ഹോസ്പിറ്റൽസ് വീണ്ടും എവിടേക്ക് അയക്കുന്നു? ബജാജ് അലയൻസിലേക്കാണ്. അതുകൊണ്ടാണ് ആ മാർഗം ഇങ്ങനെ പോയിട്ട് ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ പോയിട്ട് എങ്ങോട്ടേക്ക് പോയിക്കണേ? ബജാജ് അലയൻസിലേക്ക്. അപ്പൊ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയല്ലോ, മറുപടി കിട്ടും ബജാജ് അലയൻസിന്. ആ മറുപടിയൊക്കെ കിട്ടുമ്പോൾ അവർ വീണ്ടും ഒന്നുകൂടി വെരിഫൈ ചെയ്തു. അപ്പൊ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ ആണെങ്കിൽ അപ്രൂവൽ കൊടുക്കും. അപ്പൊ പക്ഷെ ഓക്കെ അല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഡിനൈ ചെയ്യും. വീണ്ടും ആ പ്രോസസ്സ് കണ്ടോ? ക്യൂറി ആണെങ്കിൽ ആ പ്രോസസ്സ് വീണ്ടും ഒന്നുകൂടി വരും. ക്ലിയർ ആയോ? അപ്പൊ ഒരു ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അവരുടെ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാ ചെയ്യുന്നത് എന്നുള്ള ഒരു ഫ്ലോ ചാർട്ട് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫ്ലോ ചാർട്ടിൽ നിന്ന് കുറെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടുത്തൊരു NB എന്നിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ആണോ എല്ലാവരും? യെസ്. ആ നേരത്തെ പറഞ്ഞ സാധനമൊക്കെ തന്നെയാണ്, പക്ഷെ അതിനകത്ത് സെന്റൻസ് പറഞ്ഞതിനേക്കാള് ആ ഒരു പ്രൊസീജിയർ എങ്ങനെ നടക്കുന്നു എന്ന് കണ്ടോ? മാർഗം കാണിച്ചപ്പോ കുറച്ചുകൂടി നമുക്കൊരു വ്യക്തത വന്നു അല്ലെ? ക്ലെയിം ചെയ്യുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന പേഷ്യന്റ് കസ്റ്റമർ ആണ്, ആള് വരുന്നു, ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നു. അപ്പൊ ഹോസ്പിറ്റൽസ് അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിക്കുന്നു. അത് എന്നിട്ട് എന്താ പറയാ
അതിന്റെ ഒരു ഓതന്റിക്കേഷൻ വേണ്ടിയിട്ട് അതെന്ന് വെച്ചാൽ കിട്ടണം, റിസൾട്ട് ഇത് കിട്ടണം, അനുമതി കിട്ടണം, ഇൻഷുറൻസ് കമ്പനിക്കാരുടെ അനുമതി കിട്ടണം, ഇത് ചെയ്യണോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള അനുമതി അവർക്ക് കിട്ടണം. അല്ലാതെ കാശായത് എന്ന് വെച്ചിട്ടാ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ട് അനുമതി കിട്ടാൻ വേണ്ടിയിട്ട് ബജാജ് അലയൻസിലേക്ക് അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുകൊണ്ട് ഫാക്സ് ചെയ്യുന്നു. ബജാജ് അലയൻസുകാർക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാമെന്നല്ല, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ബേസ് ചെയ്ത് അവർക്ക് തീരുമാനമെടുക്കാം. തീരുമാനങ്ങൾ അപ്രൂവൽ ആകാം, ഡിനയൽ ആകാം, ക്വറി ആകാം. അപ്രൂവൽ ആണെങ്കിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അതിനുശേഷം എല്ലാ ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മൊത്തം പ്രൊവൈഡ് ചെയ്യുന്നു. ഏത് മെഡിക്കൽ നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഡിസ്ചാർജിന് മുമ്പ് അതെല്ലാം വന്നിട്ട് ഇൻഷുറൻസ് കമ്പനി ആ പേയ്മെന്റ് കൊടുക്കുന്നു. ഡിനയൽ ആണെങ്കിൽ അത് ഡിനയൽ ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു. ബജാജ് അലയൻസ് കൊടുക്കാൻ പാടില്ല, ട്രീറ്റ്മെന്റ് കൊടുക്കരുത്. അപ്പൊ ക്യാഷ് പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം പേഷ്യന്റിലേക്കാണ് അവരുടെ ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നീട് അവർക്ക് ക്ലെയിമിന് വേണ്ടി റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ക്വറി ആണെങ്കിൽ ക്വറി ലെറ്റർ ആണ് ബജാജ് അലയൻസുകാര് അയക്കുന്നത്. അപ്പൊ കുറെ ക്വറീസ് ചോദിക്കും. ക്വറീസ് മീൻസ് ക്വസ്റ്റ്യൻസ്, കുറെ ചോദ്യങ്ങൾ ഡോക്ടേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ കൊടുത്ത് അതെല്ലാം കൂടി ഒരു കത്തായിട്ട് തിരിച്ച് ബജാജ് അലയൻസിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ബജാജ് അലയൻസ് വീണ്ടും ചെക്ക് ചെയ്യുന്നു, റീചെക്ക് ചെയ്യും, എന്നിട്ട് വീണ്ടും തീരുമാനിക്കാം അപ്രൂവ് ചെയ്യണോ, ഡിനൈ ചെയ്യണോ, ക്വറി ചെയ്യണോ വീണ്ടും എന്ന്. ചിലപ്പോൾ അങ്ങനത്തെ ക്വറീസിനൊക്കെ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്രൂവൽ ആണ്, എല്ലാം ഓക്കെയാണ്, ഡോക്യുമെന്റ്സ് ക്ലിയർ ആണ്, വാലിഡിറ്റി ശരിയാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ വരുമ്പോ ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എന്താ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി ആൾക്ക് പോരാം. മനസ്സിലായോ? മനസ്സിലായല്ലോ? ഓക്കെ, ഇത് നമുക്ക് പഠിക്കാനുള്ളത് എന്താ? കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് കുറച്ച് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മാനേജറിന്റെ കുറച്ച് ഉത്തരവാദിത്തങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഇവര് ചെയ്യണം, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസിന്റെ മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കിയേ, എന്താണ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് വായിച്ചു നോക്കിയേ. ചോദിക്കട്ടെ, നിങ്ങളതൊന്ന് പറയുമോ? ചാപ്റ്ററും തീരാൻ പോണ്, നമ്മുടെ പോർഷനും തീരാൻ പോണ്. ഈ ഒരു ഭാഗം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ, വായിച്ചു നോക്കും. കുറച്ച് ഇത് നമ്മൾ വെറുതെ വായിച്ചു നോക്കിയാൽ മതിയില്ല. പിന്നെ അത് ഞാൻ ഒരു 2-3 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്താ പറയാ, നമ്മുടെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത് ഏതെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും കേട്ടോ. അതിൽ ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യും. To maximize patient satisfaction, to enhance the image of hospital, processing of patient insurance claim. ഇത് മൂന്നാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, 3, 5, 6 ചെറുതാണോ തന്നെ. പിന്നെ to report critical issues to management, to submit monthly reports. ഇത്ര മതി, അത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി. 5 ജനം പറഞ്ഞത് ഏതൊക്കെയാന്ന് കിട്ടിയോ? അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളതൊക്കെ വെറുതെ വായിച്ചു നോക്കിയാൽ മതി. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് ആരും പറഞ്ഞിരുന്നു നോക്കട്ടെ. ചാപ്റ്ററൊക്കെ തീർന്നോ എല്ലാവരുടെയും ടീച്ചേഴ്സിന്റെ? അണ്ടർലൈൻ ചെയ്യേണ്ടതല്ലേ? പറയാട്ടാ, ഞാൻ ഒന്നുകൂടി പറയാട്ടാ. Third one, processing of patient insurance claims. പിന്നെ വന്നത് 5th ഉം 6th ഉം 5 മാറും. To maximize patient satisfaction, to enhance image of hospital. പിന്നെ വന്നത് 8 ഉം 9 ഉം to report critical issues to management, to submit monthly reports. അതുള്ളൂ. തീർന്നോ ചാപ്റ്ററുകളൊക്കെ? എല്ലാ ചാപ്റ്ററും തീർന്നോ ടീച്ചേഴ്സിന്റെ? അറിയിക്കോ ഇനി എന്തുണ്ട് പഠിപ്പിക്കാൻ? ലാസ്റ്റ് ചാപ്റ്റർ മീൻസ് എത്രാമത്തേടാ? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലേ? അതാണോ? അതാണ് തോന്നുന്നു അല്ലേ? അതെ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ബാക്കി എല്ലാം ഓക്കെ ആണല്ലോ?
ഒരു ചാപ്റ്റർ മിസ്സായിട്ടില്ലല്ലോ. 1, 2, 3, 4 മൊഡ്യൂൾസില് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ മിസ്സിന്റേത് അല്ല എടുത്തോണ്ടിരുന്നത് തീർന്നോ? മിസ്സിന്റെ എടുത്തോണ്ടിരുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് നേരിട്ട് എടുക്കാനുള്ളേ. ഞാൻ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയോ? തീർന്നിട്ടില്ല. എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ലാസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ചാപ്റ്റർ ഇന്നോണ്ട് തരും. സെക്കൻഡ് ചാപ്റ്റർ രമ്യ മിസ്സിന്റെ സെക്കൻഡ് ചാപ്റ്ററോ? ഇതാ തീർന്ന? അതിന് ഒരു ക്ലാസ്സിനോട് തീരും. ഓക്കെ. അത് ചെറിയ ചാപ്റ്റർ ആണല്ലോ, അപ്പൊ കുറച്ച് വേഗം തീരും. ഓക്കെ, അത് തീരും. പിന്നെ ഞാൻ വന്ദന മിസ്സിന്റെ ക്ലാസ് തീർന്നു. വന്ദന മിസ്സിന്റെ ക്ലാസ് തീർന്നു. അതല്ല ഞാൻ ചോദിക്കണേ, ഈ തോണ്ടിരിക്കുന്നതിലേക്ക് എന്താ 8ാമത്തെ ചാപ്റ്റർ കുറച്ചും കൂടി എടുക്കാനുണ്ട് മൈക്രോസോഫ്റ്റിന്റെ. ഇതിനകത്ത് ആ മൊഡ്യൂളിന്റെ ബിഗിനിങ്ങിലുള്ള സാധനം കാണാനില്ല, ചാപ്റ്ററിന്റെ പേരുകളില്ല. അത് ഞാൻ നോക്കിയപ്പോ കാണാനില്ലല്ലോ. ഇൻഫർമേഷൻ സിസ്റ്റം ഹോസ്പിറ്റൽ ചെയ്യസ് അല്ലേ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കുറച്ചും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട് അല്ലേ? അത് എടുത്തിട്ടില്ല. 11ാമത്തെ ചാപ്റ്റർ എടുക്കാനുണ്ട്. ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എടുക്കാനുണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എടുക്കാനുണ്ട്, ചെയ്യസിന്റെ തീർക്കാനുണ്ട് അല്ലേ? ഓക്കെ, അതിന് കുഴപ്പമില്ല. നാളെ എൻ്റെ ഒരു അവർ ടീച്ചർക്ക് കൊടുക്കരുത്, അപ്പൊ ടീച്ചർ തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. ടീച്ചർ 8ാമത്തെ ചാപ്റ്റർ ഇച്ചിരി തീരാനുണ്ട്. 8ാമത്തേത് 8 ഏതാ പേര് പറയോ? 77 വരെ എടുത്തിട്ടുള്ളൂ. കേട്ടില്ല. 77 പേജ് നമ്പർ അവിടെ വരെ എടുത്തിട്ടുള്ളൂ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. പറഞ്ഞത് അത് പറഞ്ഞു HIS തീർക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതാണ് 8ാമത്തെ ചാപ്റ്റർ അല്ലേ? അത് തീർക്കാനുണ്ട്. പിന്നെ നമ്മളുടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എടുക്കാനുണ്ട്. അത് പറഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ ഒരു ദിവസം കൂടെ ഉണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ഒരു ക്ലാസ് കൊണ്ട് തീരുമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. അത് ടീച്ചർ അവര് തന്നെ എടുത്ത് തീർത്തോളും. കാരണം സമയമുണ്ട്. അതാണ് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ഏത് മിസ്സാ എടുക്കുന്നത്? മിലു മിസ്സിന്റെ ടോപ്പിക്കിലാണ് കിടക്കുന്നത്. മിലു മിസ്സേ അത് വൈകിപ്പോയത് എന്താന്ന് അറിയാലോ? കുറച്ച് ദിവസം മിസ്സിന്റെ മദറിൻലോ മരിച്ചിട്ടില്ലേ? കുറച്ച് ദിവസം അടുപ്പിച്ച് ലീവ് എടുക്കേണ്ടി വന്നില്ലേ? വയ്യായ്ക തുടങ്ങി കുറച്ച് ക്ലാസ്സസ് ഒക്കെ ടീച്ചറിന് മിസ്സായിട്ടുണ്ട്. ഐ തിങ്ക് സോ, അങ്ങനെയാണ്. അതുകൊണ്ടാണ് വൈകിയത്. അല്ലെങ്കിൽ നമ്മള് ഒരുമിച്ചൊക്കെ തീരുള്ളായിരുന്നു. അപ്പൊ ആ ക്ലാസ്സുകള് വേറെ ടീച്ചേഴ്സ് കയറി എടുത്തപ്പോ അവര് കുറച്ചുകൂടി കൂടുതൽ എടുത്ത് തീർന്നു, നേരത്തെ തീർന്നു. മനസ്സിലായോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ കയറിയല്ലോ. അതുകൊണ്ട് നമ്മൾ തീർന്നു. ടീച്ചർക്ക് നമ്മുടെ ടോപ്പിക് വെച്ച് വൈകി. ടീച്ചർ തന്നെ എടുത്തോളാന്ന് പറഞ്ഞിട്ടാണ്. എന്തെങ്കിലും വേറെ മാറ്റം വരണമെന്ന് ചോദിക്കട്ടെ, വേറെ ആരെങ്കിലും ക്ലാസ്സിൽ കയറി എടുക്കണമെന്ന് ചോദിക്കട്ടെ. അതല്ലെങ്കിൽ നമ്മള് റിവിഷൻസ് ഒക്കെ ചെയ്യും കേട്ടോ. കുറച്ച് റിവിഷൻ മീൻസ് റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ആ പഠിച്ച സാധനമൊക്കെ ഒന്നുകൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് അത്രേ ഉള്ളൂ. നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ. എന്റെ റിവിഷൻ അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക ഇല്ല. കാരണം ചോദ്യവും ഉത്തരവും പറഞ്ഞ് പഠിക്കുന്നതിലല്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം അതാണ് നമുക്ക് നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നത്. കുറെ ചോദ്യങ്ങൾ പഠിച്ചു ഉത്തരം മാത്രം പഠിച്ച് അങ്ങനെ പഠിക്കുന്നതിനേക്കാളെ കുറച്ചുകൂടി ഇത് ചെയ്യണേ. പിന്നെ ഇല്ലേ എന്താണ്
നിങ്ങൾ ഗൈഡൊക്കെ ഗൈഡൊക്കെ നോക്കി പഠിക്കാറില്ലേ? ഗൈഡും നോക്കി പഠിക്കാറില്ലേ? ഗൈഡല്ലേ ഉണ്ടാവും എല്ലാവർക്കും? ഏതോ ഒരു ക്വസ്റ്റ്യനില് ചെറിയതായിട്ടൊരു ഇത് കണ്ടു. പറയാം. ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഓഡിറ്റ് ഏത് മൊഡ്യൂളിലത്? ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉള്ളത് ഉണ്ടാ ആരുടെയെങ്കിലും ഗൈഡില്? മൊഡ്യൂൾ 3-ലാണ് ഓഡിറ്റ്. മൊഡ്യൂൾ 3-ല് അത് ഓഡിറ്റിന്റെ ക്വസ്റ്റ്യൻസ് കിടക്കുന്നത് എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് കിടക്കുന്നത്? 125-ാമത്തെ പേജ് നമ്പർ ഗൈഡില്, ടെക്സ്റ്റ് ബുക്കില്. അതല്ല ഞാൻ ചോദിച്ചത്, ഗൈഡില് 125-ാമത്തെയോ? ഗൈഡില് 125-ാമത്തെ പേജ് നമ്പറോ? പേജ് നമ്പർ 125. അതിലേ 959th ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കോ? 959 ഗൈഡിലെയോ? 959 ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കാമോ? അത് എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. 959. Which of the following is not included in the preparing for an audit? അതിനകത്തെ ആൻസേഴ്സ് ഓപ്ഷൻ വായിക്കൂ. Defining criteria, priorities audit, priority audits, planning audit, users informations. And the users information ആണ് ആൻസർ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കണം അല്ലെ? ബോൾഡ് ചെയ്തേക്കുന്നത്. ആ യൂസേഴ്സ് ഇൻഫോർമേഷൻ ഇല്ലേ? യൂസേഴ്സ് ഇൻഫോർമേഷൻ വേണ്ടിയിട്ട് അവിടെ ബിഹേവിയർ എന്നൊന്നും ആക്കും. എല്ലാവരും ആക്കണേ നിങ്ങളുടെ ഗൈഡില്. യൂസേഴ്സ് ഇൻഫോർമേഷൻ എന്ന് മാറ്റി ആ യൂസറിന്റെ അവിടെ യൂസർ അങ്ങനെ തന്നെ ഇൻഫോർമേഷൻ അല്ല ബിഹേവിയർ ആണ്. ബിഹേവിയർ അത് തന്നെയാണ് ആൻസർ. കറക്റ്റ് ആൻസർ അതാണ്. ബിക്കോസ് അതാണ് അതിനകത്ത് ഉൾപ്പെടാത്തത് നമ്മുടെ ഓഡിറ്റ് പ്രിപ്പറേഷനിലെ. ജസ്റ്റ് ഒന്ന് കണ്ടതുകൊണ്ട് ഞാനൊന്ന് കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതൊന്ന് തിരുത്തണം. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് പോയെ. പേജ് നമ്പർ 126 ഗൈഡിൽ. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേക്ക് കേട്ടോ. യൂസേഴ്സ് ബിഹേവിയർ അതാണ് അതിനകത്ത് വരാത്തത്. അതാണ് ആൻസർ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത്. ഒരു വേർഡ് എനിക്ക് തോന്നുന്നു മാറിപ്പോയി തോന്നുന്നുണ്ട്. യൂസേഴ്സ് ഇൻഫോർമേഷൻ നമുക്ക് ഓഡിറ്റിംഗിന്റെ പ്രിപ്പറേഷനിൽ ഉള്ള കാര്യമാണ്. അത് ഉള്ളതാണ്, നോട്ട് ഇൻക്ലൂഡഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആൻസർ അതാണ്. നോട്ട് ചെയ്തേക്കെ. ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. അപ്പൊ നമ്മള് എന്തെങ്കിലും എല്ലാവരും തിരുത്തണോട്ടാ. ഒന്ന് അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞാലും മതി. ആരെങ്കിലും ഒന്ന് അറിയാത്തവരുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ കുറച്ചു പേരൊക്കെ ക്ലാസ്സിൽ ഒത്തിരി പേര് എന്താ പറയാ കുറവുണ്ട്. അപ്പൊ ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ അതൊന്ന് പറഞ്ഞിട്ട് കേട്ടോ. ടീച്ചർ കറക്റ്റ് ചെയ്ത് തന്നതാണെന്ന് പറഞ്ഞിട്ട് ആ ഇൻഫർമേഷൻ ഒന്ന് ഒന്ന് ഇട്ടേക്കണേ. പേജ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും തെറ്റിയെന്താ വാക്ക് ഒന്ന് തെറ്റിയതും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. ഓക്കെ. യെസ്, നമ്മള് പഠിച്ചുകൊണ്ടിരുന്ന സംഭവം ഇത് വരില്ല. ഒന്ന് പറയാമോ ആർക്കെങ്കിലും ആ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്? ഞാനതോടെ ഇട്ടതാണ് കേട്ടോ. തീർന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം ക്ലാസ്സിൽ പറയും. അല്ലെങ്കിൽ അടുത്ത ദിവസം അത് പറഞ്ഞിട്ട് ബാക്കി നമ്മൾ എടുത്ത എന്റെ പോർഷൻസ് ഞാൻ എടുത്തത് മൊത്തത്തിൽ നമ്മളൊരു ജസ്റ്റ് ഒരു സമറൈസേഷൻ പോലെ അടുത്ത ക്ലാസ്സുകളിൽ അടുത്ത വീക്കിലെ 2 ക്ലാസ്സുകൾ കിട്ടും. ആ ക്ലാസ്സുകളും നമുക്ക് വന്നിരുന്ന് വെറുതെ ഇരിക്കാൻ പറ്റൂലല്ലോ, എന്തെങ്കിലും പഠിക്കുന്നേ. ഓക്കെ, അപ്പൊ അത് അന്നത്തേക്ക് ഞാൻ എടുത്തോളാം. അപ്പൊ ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ? അപ്പൊ ആ റെസ്പോൺസിബിലിറ്റീസ് ആർക്കെങ്കിലും ഒന്ന് ഓരോ പോയിന്റും എന്താണെന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ അടുത്ത ദിവസം പറഞ്ഞാലും മതി. ആർക്ക് ഇപ്പൊ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ പറയാം. പറ്റൂല? വായിച്ചു നോക്കിയിട്ട് അടുത്ത ദിവസത്തേക്ക് പറ്റുമോ? മാം ഇപ്പൊ പഠിപ്പിച്ച ചാപ്റ്ററിലെ ആണോ?
ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ഞാൻ അവിടെ ലാസ്റ്റ് ഒരു ഭാഗമുണ്ട് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിൽ ഏറ്റവും ലാസ്റ്റ് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന് 5 പോയിന്റ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. അതാണ് ചോദിക്കുമ്പോ അതിനകത്ത് പോയിന്റ്സ് ആയിട്ട് വരുള്ളൂ. അത് മുഴുവനൊന്നും കാണപ്പെടാൻ പഠിക്കില്ല. അതൊന്ന് പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ആർക്കെങ്കിലും ടെൻഷൻ ആവണ്ട, പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞോളാം. കാരണം ഞാനത് അവിടെ വെച്ചതാണ്. കാരണം അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ചെറിയൊരു തുടക്കം സ്റ്റാർട്ടിങ് വേണം. അപ്പൊ അതിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ മൊത്തം ക്ലാസ്സിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. എന്റെ ചാപ്റ്റേഴ്സ് കേട്ടോ. ഏതൊക്കെ ചാപ്റ്റർ ഞാൻ എടുത്തു? ഫസ്റ്റ് മൊഡ്യൂളോടൊക്കെ അറിയാമോ? ഫസ്റ്റ് മൊഡ്യൂളോട് ഏതൊക്കെ ചാപ്റ്റർ ഞാൻ എടുത്തേന്ന് അറിയില്ല. എടുത്ത ചാപ്റ്റർ മൽജിത്ത് എന്ത് പറ്റി ആലോചിക്കുന്നതാണോ? ഞാൻ എടുത്ത ചാപ്റ്റർ ഏതൊക്കെയാന്ന്? ഞാൻ എടുത്തത് ഏതാ? ഫസ്റ്റ് മൊഡ്യൂളില് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഞാനാണ് അവിടുത്തെ ഫസ്റ്റ് മൊഡ്യൂളാണ് മാം. ഫസ്റ്റ് മൊഡ്യൂളാണ്. Classification of hospitals. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അതാണ് ക്ലാസിഫിക്കേഷൻ ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഞാൻ എടുത്തിട്ടില്ല. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ അതാണ് എടുത്തേക്കണേ. എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ മൊഡ്യൂളിൽ ഞാൻ അതുപോലെ എടുത്തിട്ടുള്ളൂ. ബിക്കോസ് അതൊരു ബിഗ് ചാപ്റ്റർ ആയിരുന്നു. മാത്രമല്ല അന്ന് നമുക്ക് എനിക്ക് 1 hour ഉണ്ടായിരുന്നുള്ളൂ. ഓർക്കണ്ട നിങ്ങള് ഫസ്റ്റ് ബിഗിനിങ്ങിൽ എനിക്ക് 1 hour ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ചാപ്റ്റർ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടാവുള്ളൂ ഫസ്റ്റ് മൊഡ്യൂളിൽ. ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ മെഡിക്കൽ ടെർമിനോളജിയുടെ കുറച്ച് മെഡിക്കൽ ടെർമിനോളജി സെക്കൻഡ് മൊഡ്യൂളിൽ. പിന്നെ മിസ് എടുത്തിട്ടുള്ളൂ. സെക്കൻഡ് മൊഡ്യൂൾ മിസ് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതെ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ശരിയാണ്. പിന്നെ തേർഡ് മൊഡ്യൂളിലും എനിക്ക് ചാപ്റ്റർ കുറവാണ്. കാരണം തുടക്കമൊക്കെ എനിക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. തേർഡ് മൊഡ്യൂളിലാണ് എന്നിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഡിസാസ്റ്റർ മാനേജ്മെന്റും. അതെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഡിസാസ്റ്റർ മാനേജ്മെന്റും. അപ്പോഴേക്കും എനിക്ക് 2 hour വന്നു. അപ്പൊ അതുകൊണ്ട് വലിയ 2 ചാപ്റ്റർ തന്നെ എനിക്ക് കിട്ടി. ഡിസാസ്റ്റർ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും. അതെ. പിന്നെ ലാസ്റ്റ് മൊഡ്യൂളില് മെഡിക്കൽ ഇൻഷുറൻസ്. ദാറ്റ്സ് ഓൾ. ഇത്രേ ഉള്ളൂ. എനിക്ക് ആകെ ചാപ്റ്റർ കുറവാണ് കേട്ടോ. കുറച്ച് ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത്രയും എല്ലാ ചാപ്റ്റേഴ്സും കൂടി ഒരുമിച്ച് ഒരു സമ്മറൈസേഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കും കേട്ടോ. നാളെ ചിലപ്പോ എനിക്ക് പകരം ഒരു മിസ് കയറും. അപ്പൊ ടീച്ചറിന്റെ ടോപ്പിക് ആയിരിക്കും എടുക്കുക കേട്ടോ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ തീർന്നല്ലേ. അപ്പൊ ടീച്ചർക്ക് അവർ വേണമെന്ന് പറഞ്ഞു. ചിലപ്പോ ടീച്ചർ ആയിരിക്കും കയറാം. ഓക്കെ. സോ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു. അടുത്ത ദിവസത്തെ നമുക്ക് കുറെ വിശേഷമൊക്കെ പറയാം.